43 നോക്കാം. Rahim got 10 marks more than Dinesh. കിഷാൻ, നിന്നെ എൻ്റെ ബുക്ക് എടുക്കുക കിഷാൻ. അതിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. റഹീം ഗോട്ട് 10 മാർക്സ് മോർ ദൻ ദിനേഷ്. എന്താ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം എന്താ? വന്തിക, ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം എന്താ? റഹീം ഗോട്ട് 10 മാർക്സ് മോർ ദൻ ദിനേഷ്. എന്താ മീനിങ്? റഹീം 10 മാർക്ക് കൂടുതൽ ദിനേശിന് കാളും 10 മാർക്ക് കൂടുതലാണ് റഹീമിന്. റഹീം ഗോട്ട് 10 മാർക്സ് മോർ ദൻ ദിനേഷ്. സോ റഹീം ഗോട്ട് 10 മാർക്സ് മോർ ദൻ ആരിനേക്കാളും? ദിനേഷിനേക്കാളും. ഇങ്ങനെ ദിനേഷിനേക്കാളും 10 മാർക്ക് കൂടുതലാണ് ആർക്ക്? റഹീമിന്. ഇങ്ങനെയാണ് ആ ഈക്വേഷൻ ഫോം ആവുന്നത്. ആർ റഹീമാണ് വിച്ച് ഇസ് ഈക്വൽ ടു ദിനേഷിനേക്കാളും എത്ര മാർക്ക് കൂടുതൽ? 10 മാർക്ക് കൂടുതൽ. ദിനേഷിൻ്റെ മാർക്കിൻ്റെ കൂടെ 10 മാർക്ക് കൂട്ടിയാൽ ആരുടെ മാർക്ക് കിട്ടും? റഹീമിൻ്റെ മാർക്ക് കിട്ടും. അടുത്തത്, ജോർജ് ഗോട്ട് 25 മാർക്സ് ലെസ് ദൻ റഹീം. അപ്പോൾ ജോർജ് എന്ന് പറയുന്ന ആൾ റഹീമിനേക്കാളും എത്ര കുറവാണ്? 25 കുറവാണ്. ജോർജ് ഗോട്ട് 25 മാർക്സ് ലെസ് ദൻ റഹീം. റഹീമിനേക്കാളും 25 കുറവാണ്. റഹീമിൻ്റെ മാർക്കിൽ നിന്ന് 25 മാർക്ക് കുറവാക്കിയാൽ ജോർജിൻ്റെ മാർക്ക് കിട്ടും. ദ ടോട്ടൽ മാർക്സ് ഓഫ് ഓൾ ത്രീ ആരൊക്കെയാണ്? ആർ, ഡി ദിനേഷ് പ്ലസ് ജോർജ്. ഇവരുടെ 3 പേരുടെ മാർക്ക് 235. അങ്ങനെയാണെങ്കിൽ ജോർജിൻ്റെ മാർക്ക് എത്രയാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനെയും 6 മാർക്കിലോ അല്ലെങ്കിൽ ജീൻ്റെ മാർക്കിലോ കൺവേർട്ട് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ 6ൻ്റെ ടേംസിൽ കൊണ്ടുവന്ന്, ഇപ്പോൾ ജി ഉണ്ടല്ലേ, ജി ജസ്റ്റ് ഞാൻ എഴുതി. ഇപ്പോൾ ഡി ഉണ്ടല്ലേ, ഡീനെ ജീൻ്റെ ടേമിൽ എഴുതിയിട്ട് കൊണ്ടുപോവുക. അത് കുറച്ച് റിസ്ക് ആയത് കാരണം ഞാൻ എല്ലാറ്റിനെയും 6ൻ്റെ മാർക്കിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ 6 എന്ന് പറഞ്ഞാൽ 6ൻ്റെ മാർക്ക് 6ആയിട്ട് എടുത്തു. ദിനേഷിൻ്റെ മാർക്കിനെ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ദിനേഷ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ദിനേഷ് ഉണ്ട്, ഈ 10 ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും? -10 ആവും. സോ ഡീന് പകരം R - 10 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ജി നമുക്കറിയാം R - 25 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 235. ഇപ്പം എന്തായി? 6 + 6 + 6 എത്രയായി? 3R ആയി. -10ഉം -25ഉം -35 ആവും, വിച്ച് ഇസ് ഈക്വൽ ടു 235. 3R എന്ന് പറയുമ്പോൾ 235, ഇവിടെ -35 ഇങ്ങോട്ട് വരുമ്പോൾ +35 ആവും. അപ്പോൾ 270 ആവും. അപ്പോൾ R വിൽ ബി 270 / 3. അപ്പോൾ എത്രയായിരിക്കും? 270 / 3 എത്രയാ? നോക്കിയിട്ട് വേഗം പറയൂ. നോട്ടിൽ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ.
മിസ് ഈ ബുക്കില് 2019 വരെയുള്ളൂ. അയ്യോ ആണോ, ശരി കുഴപ്പമില്ല. ഹലോ, ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ പറയൂ. ആ 6 to 7 ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ജോയിൻ ചെയ്യടാ. ആ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് 6 to 7 ഈ ഒരാഴ്ച 6 to 7 തന്നെയാണ് ക്ലാസ് കേട്ടോ. വെള്ളിയാഴ്ച മാത്രം ക്ലാസ് ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു റെസ്റ്റാണ് വെള്ളിയാഴ്ച. ഇത് എത്ര വരും? 270 / 3 എത്ര വരും? ഇത്ര നേരമൊന്നും എടുക്കാൻ പാടില്ല. 270 / 3 3ൻ്റെ ടേബിൾ അറിഞ്ഞെങ്കിൽ മനസ്സിലായിട്ടായിരിക്കും. 27ൽ 3 വന്നാൽ എത്ര ടൈംസ് ഉണ്ടാവും? 9 ടൈംസ്. ബാലൻസ് 90 വരും. അപ്പോൾ 6ൻ്റെ മാർക്ക് 90 ആണ്. ജീൻ്റെ മാർക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, മനസ്സിലായ? ജീൻ്റെ മാർക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ G which is equal to R minus 25 ആണ്. അപ്പോൾ G which is equal to 270 അല്ല 90 minus 25. മൈനസ് ചെയ്ത ആൻസർ പറയൂ. സീറോ. 90 minus 25 എത്രയാ വരിക? 65. 65. ഇതാണ് ജീൻ്റെ മാർക്ക്. ഓക്കെ, ഒരു തവണയും കൂടി പറയാം. റഹീം ഗോട്ട് 10 marks മോർ ദൻ ദിനേഷ്. 6 ആണ് റഹീം. റഹീം എന്ന് പറയുന്നത് ദിനേഷിനേക്കാളും 10 മാർക്ക് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനേഷിൻ്റെ മാർക്കിൻ്റെ കൂടെ 10 മാർക്ക് കൂട്ടിയാൽ റഹീമിൻ്റെ മാർക്ക് കിട്ടും. ജോർജ് ഗോട്ട് 35 marks ലെസ് ദൻ റഹീം. അപ്പോൾ ജോർജിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് റഹീമിൻ്റെ അടുത്ത് നിന്ന് 25 മാർക്കിന് കുറച്ചാൽ കിട്ടും. ഇനി 3 പേരുടെ മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ മാർക്സ് ഓഫ് ഓൾ ദ 3 ആർ 235. സോ റഹീം, ദിനേഷ്, ജോർജ് 3 പേരിൻ്റെയും ആഡ് ചെയ്ത് കിട്ടുന്നത് 235 ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? റഹീമിന് പകരം 6 തന്നെ ഇട്ട് കൊടുത്തു. ഡിക്ക് പകരം എന്ത് വരും? ഡിക്ക് പകരം ഡി എന്താണ് മാർക്ക് വരിക? റഹീമിൻ്റെ മാർക്കിൽ നിന്ന് 10 കുറയ്ക്കുക. അപ്പോൾ R minus 10 ആയി. പ്ലസ് ജോർജിൻ്റെ മാർക്ക് ഓൾറെഡി എന്താ? R minus 25. ഇതെന്തിനാണ് ചെയ്യുന്നത്? എല്ലാറ്റിലും 6 വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ R plus R minus 10 plus R minus 25 which is equal to 235. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 3R minus 35 which is equal to 235. സോ 3R which is equal to 235. ഇവിടെ മൈനസിലിരിക്കുന്ന 35 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 35, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 270. അപ്പോൾ R എത്രയായിരിക്കും? ഇവിടെ 3R ആണ്. 3 into R എന്നാണ് അതിൻ്റെ അർത്ഥം. R will be 270 divided by 3. ഇതും ക്യാൻസൽ ചെയ്താൽ 90. ആറിൻ്റെ മാർക്ക് 90 കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജോർജിൻ്റെ മാർക്കാണ്. സോ ജോർജിൻ്റെ ഫോർമുല എന്താ? R minus 25 ആണ്. അപ്പോൾ G which is equal to R പകരം 90 എഴുതുക, minus 25 ചെയ്ത് നോക്കിയപ്പോൾ 65 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. സിംപ്ലിഫിക്കേഷനാണ്. 44 സിംപ്ലിഫിക്കേഷനാണ്. ദയ, എവിടെ ദയ ആൻസേഴ്സ്? എക്സാം പേപ്പറിൻ്റെ അങ്ങനെ ഒരുമിച്ച് അയക്കാനാണോ ഞാൻ ടൈം വെച്ച് തന്നത്?
നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ആ ഒരു സമയം പർട്ടിക്കുലറായിട്ട് തരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിൽ ഏതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? 50 ബോർഡ് മാസ് റൂളിൽ ആദ്യം വരുന്നത് വിൻകുലം എന്ന് പറഞ്ഞതാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ഡാഷാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പിന്നെ ഓഫ് എടുക്കുക, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് രീതി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെയാണ്. 3 × 10 എത്രയാണ്? 30. ഇവിടെ 15 ഇറക്കുക, കർവ് ബ്രാക്കറ്റാണ്. നെക്സ്റ്റ് ഇതിനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്ര കിട്ടി? 20 കിട്ടി. നെക്സ്റ്റ് ആദ്യം ഈ ടൈപ്പ് ബ്രാക്കറ്റ്, പിന്നെ ഈ ഒരു കേർലി ബ്രാക്കറ്റ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് 1 2 3. സോ ഇവിടെ 100 മൈനസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ചെയ്ത 80. ഇനി 400 ഡിവിഷൻ ഈ ഒരു ബ്രാക്കറ്റ് അല്ലേ. സോ 400 ഡിവിഷൻ 80. 400-ൽ എത്ര തവണ 40-ൽ എത്ര തവണ 8 ഉണ്ട് പറയൂ? 40-ൽ എത്ര തവണ 8 ഉണ്ട്? 8ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കൂ. താഴെ എന്താ ഡിനോമിനേറ്ററിൽ വരണോ അതിൻ്റെ ടേബിൾ പറഞ്ഞു നോക്കൂ. 5 ഈസ് കറക്റ്റ്. സോ 400 ഡിവൈഡഡ് ബൈ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-ൽ 8 5 തവണ ഉണ്ട്. 0 0 കട്ടായി. അപ്പോൾ എത്ര വരും? 5. സോ 5 കിട്ടി. ഇനി അടുത്തത് 10 × 10 ഡിവിഷൻ 5. 10 × 10 എത്രയാണ്? 100. ഡിവിഷൻ 5. സോറി, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ അല്ലേ. സോ ഈ 10-ൽ 5 എത്ര തവണ ഉണ്ട്? 2 തവണ ഉണ്ട്. അത് എഴുതാം. ഫൈനൽ ആൻസർ 20. സോ ആൻസർ എത്രയാണ്? 20 ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 20 കാണാനില്ലല്ലോ. ഇത് പ്ലസ് ആയിരുന്നിരിക്കുമോ? ഒരു മിനിറ്റ് കേട്ടോ. ഈ സിമ്പിൾ പ്ലസ് ആണ് കേട്ടോ. പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ എന്ത് വരും? 100 + 5 105. ആ സിമ്പിൾ ഡിവിഷൻ അല്ല കേട്ടോ, അവിടെ പ്ലസ് ആണ് വരുന്നത്. 100 + 5 എത്ര വരും? 105. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. 45ാമത്തെ ക്വസ്റ്റ്യൻ. 360 gram is what percent of 3 kg? 3 kg 1 kg which is equal to എത്ര ഗ്രാം ആണ്? 1000. കറക്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ പേഴ്സൻറ്റേജ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാം ഒരേ യൂണിറ്റിൽ ഉണ്ടാവണം. ഇവിടെ ഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇതിനെയും ഗ്രാമിലേക്ക് മാറ്റണം. 1000 കിലോഗ്രാം 1 kg പറയണത് 1 kg പറയണത് 1000 ഗ്രാമാണ്. അപ്പോൾ 3 kg പറയണത് എത്ര ഗ്രാം ആയിരിക്കും? 3000 ഗ്രാം. അപ്പോൾ 360 gram is പറഞ്ഞാൽ ഈക്വൽ ടു വാട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് 3 kg. 3 kgന് പകരം 3000 ഗ്രാം എന്ന് എഴുതിക്കോളൂ. ഇനി 360 gram ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഞാൻ വേണമെങ്കിൽ അറിയാത്തത് കാരണം എക്സ് ഇടാം. പെർസെൻറ്റേജിന് പകരം 100 ഇടാം. ബൈ 100. ഓഫിന് പകരം ഇൻറ്റു ഇവിടെ 3000. ഇൻറ്റു ഉള്ളത് കാരണം ഈ 2 സൈഫറും ക്യാൻസലായി. ഇപ്പോൾ ഇവിടെ ഉള്ളത് 30, ഇവിടെ ഉള്ളത്
ഇവിടെ ഗ്രാമും ഉണ്ട് കേട്ടോ. ഈ ഗ്രാമും ക്യാൻസലാവും. ഓക്കെ, ഇനി 360 വിച്ച് ഇസ് ഈക്വൽ ടു 30. അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ 30 ഇൻറ്റു എക്സ് എന്നാണ് എഴുതേണ്ടത്. എക്സ് വിൽ ബി 360 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ 360നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പൂജ്യം ക്യാൻസലാവും. ബാലൻസ് ഉള്ളത് 36 അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. എത്രയാണ് ആൻസർ വരുന്നതെന്ന് പറയൂ. 12 കറക്റ്റാണ്. സോ ആൻസർ 12%. ഓക്കെ, 46. The difference between the cost price and the selling price of a commodity is rupees 240. If the profit is 20%, then the selling prices. ഇതേതാ ടോപ്പിക്കിന് ഓർമ്മയുണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊന്നും എടുത്തില്ലേ, അതാണിത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഡിഫറൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 240. ഓക്കെ, നോക്കൂ, കോസ്റ്റ് പ്രൈസ് കൂടുതലാണ്, സെല്ലിംഗ് പ്രൈസ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ വരിക എന്നറിയോ? ലോസാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലൈനിൽ ഇഫ് ദ പ്രോഫിറ്റ് ഇസ് 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഴുതുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് വേണം എഴുതാൻ. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 240. എന്നിട്ട് അവർ പറയുന്നത് പ്രോഫിറ്റ് എത്രയാണ്? 20%. പ്രോഫിറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും? അതും സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഫോർമുല എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അതെത്രയാണ്? 20%. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലേ, രണ്ടും സെയിം അല്ലേ? അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? സെയിം ആക്കാം നമുക്ക്. സോ എന്തെഴുതാം? 20% 240 എന്ന് നമുക്ക് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 20% 240. അപ്പോൾ 100% എത്രയായിരിക്കും? 20നെ 100 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 5 കൊണ്ട്. അപ്പോൾ ഇവിടെ 100% ആകും. അപ്പോൾ അതേപോലെ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യൂ. അപ്പോൾ എത്ര വരും? 20 120. സോ 1200 ആണ് 100%. ഈ 100% എന്ന് പറയുന്നതാണ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 240. സോ സെല്ലിംഗ് പ്രൈസ് നമുക്കറിയില്ല, കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം 1200 വിച്ച് ഇസ് ഈക്വൽ ടു 240. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 240. ഇവിടെ മൈനസിലുള്ള ഈ 1200 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. ആഡ് ചെയ്ത ആൻസർ പറയൂ, എത്രയായിരിക്കും? ആഡ് ചെയ്യൂ 1200നെയും 2040നെയും.
1440. യെസ്, കറക്റ്റാണ് കേട്ടോ. ഒരു തവണയും കൂടി ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇസ് 240. കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഡിഫറൻ്റ് ആണ് 240 പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ പ്രോഫിറ്റ് ഇസ് 20%. പ്രോഫിറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് വരണം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് വീണ്ടും ഒരു റിപ്പീറ്റ് ക്ലാസ് യൂട്യൂബിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ അത് എത്ര ശതമാനമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 20%. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20%. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 ഇക്വേഷനിലും സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്നാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈക്വേറ്റ് ചെയ്തു. സോ 240 വിച്ച് ഇസ് ഈക്വൽ ടു 20%. അപ്പോൾ 100% ആയിരിക്കും തീർച്ചയായിട്ടും കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 100% ആക്കണമെങ്കിൽ 20നെ 100% ആക്കണമെങ്കിൽ ഇൻറ്റു 5 ചെയ്യണം. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിലും ഇൻറ്റു 5 ചെയ്തപ്പോൾ എനിക്ക് 1200 കിട്ടി. അപ്പോൾ 100% എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. അതെത്രയാണ്? 1200 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്നുകൂടി മാറ്റിയെടുക്കാം നമുക്ക്. ഈ സെല്ലിംഗ് പ്രൈസ് മാത്രം വയ്ക്കുക, കോസ്റ്റ് പ്രൈസിന് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോവുക. സോ 240 മൈനസിലുണ്ടായിരുന്നത് പ്ലസ് ആവും. കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയാം 1200. 240 പ്ലസ് 1200 1400. 3 പേർക്കും ഇത് മനസ്സിലായോ? 47 ക്വസ്റ്റ്യൻ നമ്പർ. The length, width, height of a water tank are 11 meter, 10 meter and 9 meter respectively. ഈ റെസ്പെക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്തിന് നേരെ നമുക്ക് 11 എടുക്കാം, വിഡ്ത്തിന് നേരെ 10 മീറ്റർ എടുക്കാം, ഹൈറ്റിൻ്റെ നേരെ 9 മീറ്റർ എടുക്കാം. ഇതാണ് ഈ റെസ്പെക്റ്റീവ്ലി പറഞ്ഞ വേർഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഓഫ് എ വാട്ടർ ടാങ്ക് 11 meter, 10 meter and 9 meter respectively. The tank is filled with water up to 6 meter height. The empty portion of the water tank is the length, width, height of a water tank are 11 meter, 10 meter and 9 meter respectively. The tank is filled with water up to 6 meter height. The empty portion of the water tank is. So ഇത് വന്നിട്ട് നമ്മൾ മെൻസുറേഷൻ പഠിച്ചില്ലേ, ഈ സ്ക്വയർ റെക്റ്റാങ്കിളൊക്കെ പഠിച്ചില്ലേ, അതിൻ്റെ ഉള്ളിൽ വരുന്ന വോള്യൂമിനെ കുറിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ല, ഇവിടെ ഞാൻ എടുക്കാനും പോകുന്നുമില്ല. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് കട്ടി കൂടിയ ക്വസ്റ്റ്യൻസാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എത്ര തവണ പറഞ്ഞു തന്നാലും പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, ജസ്റ്റ് ഫോർമുല ബേസ്ഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. എന്നാൽ പോലും പെട്ടെന്ന് കിട്ടാൻ നല്ല ചാൻസ് കുറവാണ്, കാൽക്കുലേഷൻ കൂടുതലായത് കാരണം. അത് കാരണം തന്നെ മനഃപൂർവ്വമായിട്ട് ഞാൻ എടുക്കാതെ ഇരുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നിങ്ങൾക്ക് അതല്ലാതെ തന്നെ ചെയ്യാൻ, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് തന്നെ ചെയ്തു പോയിക്കോളൂ. ഫോർ എക്സാമ്പിൾ 1 മുതൽ 40 വരെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എന്താ കാരണം? അത് വന്ന് മെൻ്റൽ എബിലിറ്റിയാണ്. പിന്നെ മാത്സിൽ നിങ്ങൾ പോകുന്നു, 41ാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ആയിട്ടുണ്ടെന്ന് വെച്ചോ, വേഗം അത് എന്താണ് ചെയ്ത് അതിൻ്റെ ആൻസർ എന്താണോ അത് ബബിൾ ചെയ്യുക.
ബബിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഡാർക്കായിട്ട് എല്ലാ ഭാഗവും ഫില്ലാവുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ 41 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അറിഞ്ഞത് ആദ്യം ആൻസർ ചെയ്യൂ, ബബിൾ ചെയ്തോളൂ. ഓക്കെ, പിന്നെ അറിയാത്തത് ആ സമയം തരില്ലേ അവർ, അതിൽ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ചില ടീച്ചേഴ്സ്മാർ ശ്രദ്ധിച്ചോളൂ, ചിലപ്പോൾ ചില ടീച്ചേഴ്സ്മാർ നിങ്ങൾക്ക് എങ്ങനെ തരുമെന്ന് വെച്ചാൽ 1 തൊട്ട് 40 വരെ ഉള്ള ക്വസ്റ്റ്യൻ 1 മണിക്കൂർ സമയം തന്നെ തരുള്ളൂ, അതിനുള്ളിൽ ചെയ്യൂ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നേരത്തെ കഴിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാത്സ് എടുക്കുക. മാത്സ് മിസ്സ് സമ്മതിച്ചാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മാത്സ്, അതിന് 30 മിനിറ്റാണ് നിങ്ങൾക്ക് തരിക. ചിലപ്പോൾ ചില മിസ്സുമാർ ഇതിന് 1 മണിക്കൂർ തന്ന് ഒന്നുമേ നിങ്ങൾക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അടുത്ത മാത്സ് ഇംഗ്ലീഷൊന്നും ചെയ്യാനേ സമ്മതിക്കില്ല. പക്ഷെ ചിലവർ ചെയ്യാൻ സമ്മതിക്കും, അത് നിങ്ങളുടെ ലക്ക് പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചെങ്കിൽ വേഗം എന്ത് ചെയ്യണം, മെൻ്റൽ എബിലിറ്റി ആദ്യം ഫോക്കസ് ചെയ്യുക, ഇത് മാത്സിലോട്ട് വരിക. അതിലിപ്പോൾ 43ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല, അതിനെ സ്കിപ്പ് ചെയ്തിട്ട് 44 കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുക. സ്കെയിൽ ഇവിടെ താഴെ പ്ലേസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 44ൻ്റെ താഴെ സ്കെയിലിനെ പ്ലേസ് ചെയ്തിട്ട് ബബിൾ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോൾ 43ൻ്റെ ആൻസർ നിങ്ങൾക്ക് വന്നിട്ട് ഓപ്ഷൻ ബി ആയിരുന്നിരിക്കും, 44 നിങ്ങൾക്ക് ഓപ്ഷൻ എ ആണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ തെറ്റിപ്പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ 43ൻ്റെ ഇവിടെ പോയിട്ട് ഇവിടെ പോയി ബബിൾ ചെയ്യും. ഇങ്ങനെ 2 തവണ ഒരേ ക്വസ്റ്റ്യനിൽ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്ലിയർ? മനസ്സിലായ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ആ 48. ഇത് മെൻസുറേഷൻ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൗ മെനി റെക്ടാംഗിൾ rectangular tiles of dimension 10 centimeter into 8 centimeter are required to cover the floor of an hall having dimension 12 meter into 10 meter. നോക്കൂ, ഇവിടെ മീറ്റർ ആണ്, ഇവിടെ സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ, ഇത് എഴുതി വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററിൽ തന്നിട്ടുണ്ട്. ഇതെന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൗ മെനി റെക്ടാങ്കുലർ ടൈൽ, റെക്ടാങ്കിൾ ഷേപ്പിൽ ടൈലുണ്ട്. അതിൻ്റെ നീളം പറയണത് 10 സെൻറ്റിമീറ്ററും വീതി പറയണത് 8 സെൻറ്റിമീറ്ററുമാണ്. ഇങ്ങനെ ഒരു ടൈല് 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും, 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും. മീറ്ററിന്ന് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 12 മീറ്റർ എത്രയായിരിക്കും? 12ൻ്റെ കൂടെ എത്ര ചേർത്തണം? 12ൻ്റെ കൂടെ 2 സൈഫറിനെ ചേർത്തണം. അതേപോലെ 10ൻ്റെ കൂടെ 2 സൈഫറിനെ ചേർത്തണം. സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചോളൂ. ഇപ്പം എന്താണെന്നറിയോ, ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പിന് ഉള്ളിൽ എത്ര കഷ്ണം നമുക്ക് വെക്കാൻ പറ്റും എന്നതാണ്. 10 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ളതിന് എത്ര ടൈല് വിരിക്കാൻ പറ്റും എന്നതാണ് ചോദ്യം. എത്ര ടൈല് ആവശ്യം വരും എന്നതാണ് ചോദ്യം. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഡിവൈഡാണ് ചെയ്യേണ്ടത്. സോ 1200 ഇൻറ്റു 1000 വെറും 1000 സെൻറ്റിമീറ്റർ. ഇവിടെ ഞാൻ ഇൻറ്റു ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ
ഓഫ് ദി റെക്റ്റാങ്കിൾ. ഓർമ്മയുണ്ടോ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്താണെന്ന്? എത്രയായിരുന്നു? 2 into a plus b. നോ, അത് 2 ഇൻറ്റു എ പ്ലസ് ബി വന്നിട്ട് പെരിമീറ്റർ ആയിരുന്നു, ചുറ്റളവായിരുന്നു. A plus b. ഇവിടെ ഉൾഭാഗമല്ലേ L പറയുന്നത്? into b. എ ഇൻറ്റു ബി വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി അല്ലേ? എൽ ഇൻറ്റു ബി എന്ന് പറയാം, ലെങ്ത് ഇൻറ്റു ബെർത്ത് എന്ന് പറയാം. സോ ഇവിടെ ലെങ്ത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വാല്യൂവിൽ വലുത് ഏതാണോ അതാണ് ലെങ്ത് ആയിരിക്കും, ചെറുത് ഏതാണോ അതാണ് ബെർത്ത് ആയിരിക്കും. സോ ഇവിടെ ടോട്ടൽ സ്പേസ് പറയണത് 1200 ഇൻറ്റു 1000 ആണ് ഈ റൂമിൻ്റെ ടോട്ടൽ സ്പേസ്. ഇതിൽ ഒരു കഷ്ണം ടൈലിൻ്റെ ഈ പറഞ്ഞ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയണത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 8 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ഇവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. എന്താ വെച്ചാൽ മേലത്തെയും സെൻറ്റിമീറ്റർ താഴെയും സെൻറ്റിമീറ്റർ ആയതാണ്, ക്യാൻസലായി പോകും, എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി പറയൂ, ഇത് ക്യാൻസൽ ചെയ്ത ആൻസർ എത്ര വരുന്നു പറയൂ. എക്സാം സെൻറ്റർ എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചോ, അഡ്രസ്സൊക്കെ നോക്കിയിട്ട്. ഈ എക്സാം കോൾ ലെറ്റർ ആദ്യം പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഓക്കെ, പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ എന്താണെന്ന് ഞാൻ നാളെ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഒരു വോയിസ് മെസ്സേജ് ഇടാം. നാളെ തന്നെ നിങ്ങൾ, മറ്റന്നാളേക്ക് വെക്കരുത്, നാളെ തന്നെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. മനസ്സിലായോ? എന്തൊക്കെ കൊണ്ടുപോകണം, പേന, പെൻസില്, സ്കെയില് എന്തൊക്കെ കൊണ്ടുപോകണോ അതൊക്കെ നാളെ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുക. നാളെ വ്യാഴാഴ്ചയായി, ശനിയാഴ്ചയാണ് എക്സാം അല്ലേ? നാളെ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുക. വെള്ളിയാഴ്ച ഫ്രീ ആയിട്ട് ഇരിക്കുക, മൈൻഡ് ഫ്രീ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ശനിയാഴ്ച എക്സാം എഴുതാൻ പോവുക. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഓക്കെ, കിട്ടിയെങ്കിൽ അത്രയും സന്തോഷമായിട്ട് ഇരിക്കുക. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചത് എത്രയുണ്ടെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലേ? ഹാർഡ് വർക്ക് ചെയ്തത് എത്രയാണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. സോ ഇനി ഒന്നുമില്ല, റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോർമുലാസൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് മാത്രം ഞാൻ വീഡിയോസ് ആക്കിയിട്ട് ഇടാം. ഇന്നലെ ഞാൻ മറ്റേ സ്പീഡ് ട്രെയിനിൻ്റെ കാര്യം വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ലാസ്റ്റ് ടൈം നിങ്ങൾ പഠിച്ചെടുത്താലൊന്നും തലയിലൊന്നും കയറില്ല, ഇത് വേസ്റ്റ് ടൈമാണ്. അത് കാരണം തന്നെ ഞാൻ ചെയ്യാതിരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ എടുത്ത ടോപ്പിക്ക് മാത്രം, അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, എന്താ വെച്ചാൽ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എടുത്ത ടോപ്പിക്കെന്ന് തീർച്ചയായിട്ടും ചോദിക്കുന്നതായിരിക്കും. ഞാൻ എടുക്കാതെ പോയതൊക്കെ വളരെ ടഫുള്ളതാണ്. നിങ്ങളുടെ തലയിൽ, നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്താനും പാടില്ല. ഓക്കെ, ഒരു ലിമിറ്റ് വരെയാണ് നിങ്ങളുടെ തലയിൽ കയറുള്ളൂ. അത് കഴിഞ്ഞാൽ കയറാൻ താമസപ്പെടും. ഓക്കെ, അത് കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് ബാക്കിയുള്ളവരും എഴുതുന്നത്. നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ് വന്നത് കാരണം നിങ്ങൾക്ക് കൂടുതൽ കുറച്ച് അവരിനേക്കാളും മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് കാരണം പേടിക്കേണ്ട, എക്സാമിന് പേടിക്കേണ്ട, ടെൻഷൻ ഇല്ലാതെ എഴുതവും വേണം. ഓക്കെ, ശരി, ഇത് പറയൂ. 1200 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 8 എത്രയായിരിക്കും ആൻസർ കിട്ടുക? നോക്കിയിട്ട് പറയൂ. ശരി, ഈസി മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇത് താഴെയും മൾട്ടിപ്ലിക്കേഷനിലാണ്, മേലെയും മൾട്ടിപ്ലിക്കേഷനിലേ ഉള്ളത്. സോ താഴെയുള്ള 10ലുള്ള 0നെ ഇവിടെ ഒരു 0 വെച്ച് ക്യാൻസൽ ചെയ്യും. ഇനി ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്,
എന്താ വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ ഡിവിസിബിലിറ്റി റൂള്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ 8ൽ 2 എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. 100ൽ 2